ഹലോ ഗായ്സ്. അപ്പം ദാ ഇവിടെ ആരുമില്ല. ഇപ്പം ആരുമില്ലാത്ത സ്ഥലത്ത് എന്തിനാ വന്നിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ചേട്ടൻ്റെ കമ്പനിയിൽ ഇന്ന് നമ്മുടെ ടെമിനോസ് ഫാമിലി ഡേ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ചേട്ടൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ഞാനൊരു ഫാമിലി മെമ്പർ ആണല്ലോ, അതുകൊണ്ട്. അപ്പം ആള് ഇത്ര നേരത്തെ നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഇവിടെ സൗണ്ട് ചെക്ക് ഉണ്ട്. ആളിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പം പാട്ടും കാര്യങ്ങളും ഇവിടെ എന്തൊക്കെയാ പരിപാടി എന്നുള്ളതൊക്കെ നമ്മുടെ ഈ ബ്ലോഗിലുണ്ടാവും. അപ്പം ഇപ്പോൾ ഇതാ നമ്മൾ സൗണ്ട് ചെക്കിന് വന്നേക്കുവാണ്. അതുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത്. സൗണ്ട് ചെക്ക് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പം ഇവന്റ് 4 Points by ഷെറിട്ടണിലാണ് നടക്കുന്നത്. ഫസ്റ്റ് പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ സൗണ്ട് ചെക്കിൻ്റെ സമയത്ത് ഭയങ്കര മൈക്കിന് ഭയങ്കര ഡിലേ ആയിരുന്നു. അങ്ങനെ ആ ഡിലേ ഒക്കെ മാറ്റി നമ്മളെല്ലാം റെഡിയാക്കി. പിന്നെ ഈ ടെമിനോസ് ഡേ എനിക്ക് ഫസ്റ്റ് ടൈം അല്ല കേട്ടോ, ഇതിനു മുമ്പ് ഞാൻ ഒരു തവണ വന്നിട്ടുണ്ട്. ടെമിനോസ് ഡേ അടിപൊളിയാണ്. ഇവരുടെ ഫാമിലി മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വരാൻ വേണ്ടിയിട്ട്. ടെമിനോസ് ഡേയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെഹന്തി ആർട്ടിസ്റ്റ്, നെയിൽ ആർട്ട് ചെയ്യുന്നവർ, കാരിക്കേച്ചർ വരയ്ക്കുന്നത്, പോർട്രേറ്റ് വരയ്ക്കുന്നവർ, ടാറ്റു ആർട്ടിസ്റ്റ്, ബലൂൺ സ്കൾപ്ചർ ചെയ്യുന്നവർ, സ്പോട്ട് ഫോട്ടോഗ്രാഫി, പ്രിന്റ് ഔട്ട്സ് എല്ലാം ഉണ്ടാവും. ഹൈ, ഇതിപ്പോൾ എന്തത് പ്രാക്ടീസ് വീഡിയോയിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ എന്നല്ലേ വിചാരിക്കുന്നത്. എനിക്ക് ഇവര് ശരിക്കും പാടിയപ്പം വീഡിയോ ഒന്നും മര്യാദക്ക് എടുക്കാൻ പറ്റിയില്ല. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂക്കി ആകെ കുളവാക്കി ഗൈസ്. അതുകൊണ്ട് ആ വീഡിയോ കാണാൻ കൊള്ളത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇതാ തിരിച്ച് വീണ്ടും ഓൺ ദ വേ ആണ്. ഒരു പാട്ടൊക്കെ പാടി. പാട്ടില്ലാണ്ട് നമുക്ക് എന്ത്. പാട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ഡിസ്റ്റർബ് ചെയ്താലും ആൾ സമ്മതിക്കില്ല കേട്ടോ. പാടി തീർന്നവരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഞാൻ അറിയാതെ ഒന്ന് ചോദിച്ചു പോയി എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന്. അതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ കേട്ടോളൂ ഗൈസ്. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഇതിന് ശേഷം നടന്നത് വീഡിയോയിൽ കാണിക്കാൻ കൊള്ളത്തില്ല, അതുകൊണ്ടാട്ടോ കട്ട് ചെയ്തത്. അപ്പൊ അത് നീ പറഞ്ഞില്ല, അത് ഞാൻ ആദ്യം പറഞ്ഞില്ല, അത് ഞാൻ ഒഴിവാക്കി. അപ്പൊ ഇനി അടുത്തത് ആരാ ഭംഗിയുള്ളത് പറഞ്ഞു. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. ഫസ്റ്റ് തന്നെ നമ്മൾ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫസ്റ്റ് അടിച്ചതിന്റെ പരിപാടിയായിരുന്നു. അപ്പൊ കിഡിയുടെ ഗ്രൂപ്പിനായിരുന്നു ഫസ്റ്റ് അടിച്ചത്. അപ്പൊ ദാ അതിന്റെ പരിപാടികളും കാര്യങ്ങളുമാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 ഫ്ലാഷ് മോബായിരുന്നു ഗൈസ്. ഫ്ലാഷ് മോബായിരുന്നോ അല്ലെങ്കിൽ ക്രൗഡ് മോബായിരുന്നോ എന്നറിയില്ല. എന്താണെങ്കിലും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാ തുള്ളിയത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനൊക്കെ നല്ല തുള്ളലായിരുന്നു. എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ആ ഒരു വൈബിൽ അങ്ങ് തുള്ളി. പിന്നെ ക്രിസ്റ്റലിൽ തിളങ്ങിയിരിക്കണ ചേട്ടന്മാർ, ജോക്കർ, വലിയ പാവകൾ, മിക്കി മൗസ് ആണോ പാണ്ടയാണോന്നറിയില്ല, എന്തോ ഒരു സാധനം അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാനത് കണ്ടു, പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അതിലൊക്കെ ഞാൻ മറന്നങ്ങ് നിന്നു. അപ്പോഴേക്കും ഇതിയുടെ പാട്ട് തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ടെമിനോസിൻ്റെ ആസ്ഥാന ഗായകനായതുകൊണ്ട് അവിടെ കുറേ ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ മര്യാദ കിട്ടിയില്ല ഗൈസ്. കേൾക്കാൻ ഒട്ടും ഉണ്ടായിരുന്നില്ല. വിസിലടിയും കൂവലും തന്നെയായിരുന്നു. ഈ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും കുറേ പേര് വന്നിട്ട് കിട്ടിയെടുത്ത് പറഞ്ഞു കേട്ടോ, അടിപൊളിയായിട്ട് പാടിയിരുന്നു. എനിക്കും ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾ എങ്ങനെ ഉണ്ടായി പാട്ടെന്ന് പറയണേ. അങ്ങനെ ഓരോ പാട്ടിനും എന്താ ഇതായിരുന്നു അവസ്ഥ. വിസിലടിക്കാൻ അറിയാത്തവരെയൊക്കെ വിസിൽ മേടിച്ചിട്ടാണ് വന്നത്. പാട്ട് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഫ്രണ്ട്സ് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ. പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ വന്നത് നമ്മുടെ ആക്ടറും വീഡിയോ ജോക്കി ആയിട്ടുള്ള റിയോ രാജായിരുന്നു. പുള്ളി നമ്മുടെ ചേട്ടനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്ത് പൊക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും വീടില്ല നമ്മുടെ കിടി. ஹானஸ்டா சொல்றேன், ரொம்ப ப்ரொஃபஷனலா இருந்தது இவங்க பாட்டுக்கு.
நான் சொன்னது God சரஸ்வதி. ஓகே, சூப்பரா இருக்கு. അങ്ങനെ കിടിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ടിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ നിന്ന് ഒരാളാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട്, അതും കോൺസേർട്ടിന് വേണ്ടിയിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് മനസ്സിലായത്. ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ സിംഗർ സുജാത മാമിൻ്റെ മകളായിട്ടുള്ള ശ്വേത മോഹനാണ് അവിടെ ചീഫ് ഗസ്റ്റായിട്ട് കോൺസേർട്ടിന് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായ ആളെ നേരിട്ട് കാണാൻ പറ്റിയതിൽ. ആസ് എ സിംഗർ ഐ ആം സോ ഹാപ്പി. എന്തൊരു ചെയ്യാൻ, എല്ലാ ഗ്രൂപ്പിലുണ്ടാവും തല തിരിഞ്ഞൊരുത്തി. അതാണ് നിൽക്കുന്ന ചിക്കൻ ബനാന. ഇവന്റിന്റെ എൻഡ് ആയപ്പോഴേക്കും നമ്മൾ കുറച്ചു നേരം ഫ്രണ്ടിൽ പോയി നിന്നു കേട്ടോ. അങ്ങനെ ഇവൻ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയൊരു സംഭവം ഉണ്ടായി. എന്താ സംഭവിച്ചത് കിടി? പെട്രോൾ ഇല്ല. പെട്രോൾ എത്ര? 3 കിലോമീറ്റർ ഓടും. 3 കിലോമീറ്ററിൽ പെട്രോൾ ബങ്ക് ഉണ്ടോന്ന് അറിയില്ല. നമ്മൾ ഇവന്റിന്റെ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പെട്രോൾ അടിക്കാൻ മറന്നുപോയി, പാട്ടൊക്കെ പാടി വന്നതുകൊണ്ട്. അപ്പോൾ രാത്രി ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പെട്രോൾ ബങ്ക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് എല്ലാം ക്ലോസ്ഡ് ആയിട്ടായിരുന്നു കാണിച്ചത്. ആകെ ടെൻഷനായി പോയി, നമ്മൾ അവിടെ എവിടെയെങ്കിലും പെട്ടുപോകുമെന്ന്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഒരു പെട്രോൾ ബങ്ക് അവിടെ ഓപ്പൺ ആയിരുന്നു. വേറെ എല്ലാ പെട്രോൾ ബങ്കും ഞങ്ങൾ വന്ന വഴിക്കൊക്കെ ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ബൈ ബൈ.